കനത്ത മഴയും E20 പെട്രോളും ചേരുമ്പോൾ റോഡരികിൽ പണിമുടക്കുന്ന ബൈക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പലരുടെയും പരാതി കാർബറേറ്ററുകൾ തുടർച്ചയായി തകരാറിലാകുന്നു എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? E20 പെട്രോൾ നമ്മുടെ പഴയ വാഹനങ്ങൾക്ക് 8ന്റെ പണി കൊടുക്കുകയാണോ? ഇന്ധനത്തിലെ എഥനോൾ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പരിസ്ഥിതി സൗഹൃദമാണെന്ന് വാദിക്കുമ്പോഴും സാധാരണക്കാരന്റെ വാഹനങ്ങളിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. വിശേഷിച്ചും കാർബറേറ്റർ സംവിധാനമുള്ള പഴയ മോഡൽ ബൈക്കുകളിൽ. എന്തുകൊണ്ടാണ് E20 പെട്രോൾ പ്രശ്നമാകുന്നത്? ഇതിന് പിന്നിലെ പ്രധാന വില്ലൻ എഥനോളിലെ ഹൈഗ്രോസ്കോപ്പിക് സ്വഭാവമാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തെയും വെള്ളത്തെയും വലിച്ചെടുക്കാൻ എഥനോളിന് പ്രത്യേക കഴിവുണ്ട്. മഴക്കാലത്ത് ടാങ്കിലേക്കോ ഇന്ധന സംവിധാനത്തിലേക്കോ അല്പം വെള്ളം കടന്നാൽ പോലും E20 പെട്രോളിലെ എഥനോൾ ആ വെള്ളത്തെ ആഗിരണം ചെയ്യുന്നു. ഇത് പെട്രോളും വെള്ളവും വേർതിരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഫലമോ വെള്ളം കലർന്ന ഇന്ധനം കാർബറേറ്ററിലേക്ക് എത്തുന്നു. കാർബറേറ്ററിന്റെ ഉള്ളിലെ ലോഹഭാഗങ്ങളിൽ തുരുമ്പും വെള്ളക്കെട്ടും ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സർവീസ് സെന്ററുകളിൽ കാർബറേറ്ററുകൾ അഴിച്ചുവെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ സാധാരണമായിരിക്കുന്നു. പലവട്ടം ക്ലീൻ ചെയ്താലും പ്രശ്നം മാറുന്നില്ല. വെള്ളം അടിഞ്ഞുകൂടി ലോഹഭാഗങ്ങൾ ദ്രവിച്ചു പോകുന്നു എന്നാണ് വർക്ക്ഷോപ്പ് ഉടമകൾ തന്നെ പറയുന്നത്. BS4, BS5 വാഹനങ്ങളാണ് ഇതിന്റെ ഇരകൾ. ഇന്ധന ടാങ്കുകളിൽ തുരുമ്പ് പിടിക്കുന്നതും ഇന്ധന പൈപ്പുകളും റബ്ബർ സീലുകളും കേടുവരുന്നതും ഇതിന്റെ ഭാഗമായാണ്. ഇതിനെ തുടർന്ന് വാഹന ഉടമകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രയാസമാണ്. പെട്ടെന്ന് ആക്സിലറേഷൻ നൽകുമ്പോൾ എൻജിൻ മുടങ്ങുന്നത്. മറ്റൊന്ന് മൈലേജ് വല്ലാതെ കുറയുന്നത്. കാർബറേറ്ററിലെ ജെറ്റുകൾ ഇടയ്ക്കിടെ അടഞ്ഞു പോകുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെ സംഘടനകൾ പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ്. എഥനോൾ മിശ്രിത പെട്രോൾ ഇനി തിരിച്ചു പോകില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മുടെ പരിപാലന രീതികളും മാറേണ്ടതുണ്ട്. എങ്കിലും പഴയ വാഹനങ്ങളുടെ ഉടമകൾക്ക് കൂടി ആശ്വാസം നൽകുന്ന രീതിയിൽ സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ എന്നതാണ് വലിയ ചോദ്യം. സാധാരണക്കാരായ വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഈ പ്രശ്നം. ഹോണ്ട ആക്ടിവയുടെ കാര്യത്തിൽ പഴയ കാർബറേറ്റർ മാറ്റി പുതിയതിടാൻ മുൻപ് 2200 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 2850 രൂപ വരെയായി ഉയർന്നു. ഇനി 100cc 150cc ബൈക്കുകളുടെ കാര്യത്തിലാണെങ്കിൽ യഥാക്രമം 2650 രൂപ മുതൽ 5300 രൂപ വരെയാണ് കാർബറേറ്റർ മാറ്റുന്നതിനുള്ള ചെലവ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ കാര്യത്തിൽ വിവിധ മോഡലുകളുടെ കാർബറേറ്റർ മാറ്റുന്നതിന് 4500 രൂപ മുതൽ മുകളിലേക്ക് വരുന്നു. പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ E20 പെട്രോൾ ഉപയോഗം മൂലം പഴയ വാഹനങ്ങളുടെ റബ്ബർ ഹോസുകളിലും സീലുകളിലും തേയ്മാനം സംഭവിക്കാമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ എഞ്ചിൻ തകരാറുകൾ ഉണ്ടാകില്ലെന്നും ചെറിയ നവീകരണങ്ങൾ വഴി ഇത് പരിഹരിക്കാമെന്നുമാണ് ഔദ്യോഗിക നിലപാട്. നിരന്തരം തകരാറിലാകുന്ന വാഹനങ്ങളുടെ പേരിൽ മെക്കാനിക്കുകൾ കുറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പോലുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നുണ്ട്. വാഹനം തുടർച്ചയായി പണിമുടക്കുമ്പോൾ വാഹന ഉടമകൾ വർക്ക്ഷോപ്പ് മെക്കാനിക്കുകളെയാണ് സംശയിക്കുന്നത്. സർവീസ് ചെയ്താലും കുറച്ച് ദിവസങ്ങൾക്കകം വീണ്ടും തകരാർ വരുമ്പോൾ മെക്കാനിക്കുകൾ കൃത്യമായി പണി ചെയ്യുന്നില്ല എന്ന് ഉപഭോക്താക്കൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥ വില്ലൻ ഇന്ധനത്തിലെ എഥനോൾ ആണെന്ന സത്യം പലരും അറിയുന്നില്ല. ഇത് മെക്കാനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ പ്രതിസന്ധി പുറത്തു കൊണ്ടുവരാനാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെ സംഘടനകൾ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. ഈ പ്രതിസന്ധി വാഹനങ്ങളിൽ മാത്രമല്ല പെട്രോൾ പമ്പുകളിലെ ഭൂഗർഭ ടാങ്കുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലത്ത് പമ്പുകളുടെ ടാങ്കുകളിലേക്ക് ഈർപ്പമോ വെള്ളമോ ചോർന്ന് കയറിയാൽ ഇന്ധനത്തിലെ എഥനോൾ അത് പൂർണ്ണമായി ആഗിരണം ചെയ്യുകയും പമ്പുകളിൽ നിന്ന് തന്നെ ഉപഭോക്താക്കളുടെ വാഹനങ്ങളിലേക്ക് വെള്ളം കലർന്ന ഇന്ധനം എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്.